ഇപ്പോൾ 9th സ്റ്റാൻഡേർഡിലെ ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ രണ്ടാം ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അനു ബോട്ട് 5 pens and 3 pencils for 108 rupees. Needu bought 3 pens and 5 pencils for 84 rupees. What is the price of a pen? What is the price of a pencil? അപ്പോൾ അനു 5 പേനകളും 3 പെൻസിലുകളും 108 രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ നമുക്ക് ലെറ്റ് ദ പ്രൈസ് ഓഫ് എ പെൻ, ലെറ്റ് പ്രൈസ് ഓഫ് എ പെൻ, പെന്നിൻ്റെ വില നമുക്ക് എക്സ് എന്ന് എടുക്കാം അല്ലേ. അതുപോലെ പ്രൈസ് ഓഫ് എ പെൻസിൽ എത്രയായിട്ട് എടുക്കാം, നമുക്ക് വൈ ആയിട്ടും എടുക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര പേനയാണ് വാങ്ങിയത്, 5 പേനയും 3 പെൻസിലും. അപ്പോൾ 5 പേനയുടെ വില എത്രയാണ്, 5x അല്ലേ. 3 പെൻസിൽ, എത്ര പെൻസിലാണ് വാങ്ങിയത്, 3 പെൻസിൽ. 3 പെൻസിലിൻ്റെ വില എത്രയാണ്, 3y. അപ്പോൾ ഇത് 5 പേനയ്ക്കും 3 പെൻസിലിനും കൂടി എത്ര രൂപയായി, 108 രൂപയായി അല്ലേ. അതുപോലെ നീതു 3 പേനയും 5 പെൻസിലും. അപ്പോൾ 3 പേനയാകുമ്പോൾ 3x, 5 പെൻസിലാകുമ്പോൾ 5y, എത്ര രൂപയായി, 84 റുപ്പീസായി അല്ലേ. അങ്ങനെയാണെങ്കിൽ പെൻസിലിൻ്റെയും പേനയുടെയും വില കണ്ടുപിടിക്കാനാണ്, അതായത് എക്സും വൈയും നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയാലോ. ഈ ഇക്വേഷൻസ് രണ്ടും സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടും. അപ്പോൾ ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും എടുക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ എക്സിൻ്റെ വേരിയബിൾ 5, ഇവിടെ എക്സിൻ്റെ വേരിയബിൾ 3 ആണ്. രണ്ടും സെയിം ആണോ, അല്ല. ഇവിടെ വൈയുടെ വേരിയബിൾ 3, ഇവിടെ വൈയുടെ വേരിയബിൾ 5, അതും രണ്ടും സെയിം അല്ല. അങ്ങനെ സെയിം അല്ല എങ്കിൽ നമ്മൾ വേരിയബിൾ ഏതെങ്കിലും ഒരെണ്ണം സെയിം ആക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒന്നാമത്തെ ഇക്വേഷനിലും രണ്ടാമത്തെ ഇക്വേഷനിലും എക്സിൻ്റെയോ വൈൻ്റെയോ കോഎഫിഷ്യൻറ്റ് സെയിം ആയിട്ടാണോ കാണുന്നത്, അല്ലല്ലോ. അപ്പോൾ നമ്മളത് സെയിം ആക്കണം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 5 ആണ്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ 2നെ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 ഇൻറ്റു ഇക്വേഷൻ 2 ഇംപ്ലൈസ് 5 ഇൻറ്റു 3 15x പ്ലസ് 5 ഇൻറ്റു 5 എത്രയാ, 25y ഈക്വൽസ് 5 ഇൻറ്റു 84 420. ഇനി അതുപോലെ 3 കൊണ്ട് ഇക്വേഷൻ 1 കംപ്ലീറ്റ് ആയി മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു ഇക്വേഷൻ 1 ഇംപ്ലൈസ് 3 ഇൻറ്റു 5 15x, 3 ഇൻറ്റു 3 9y, അതുപോലെ 3 ഇൻറ്റു 108 എത്രയാണ്, 324. അങ്ങനെ വീണ്ടും നമുക്ക് 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇക്വേഷൻ 3 എന്നും ഇക്വേഷൻ 4 എന്നും എടുക്കാം. ഇവിടെ നോക്കിക്കേ, എക്സിൻ്റെ 2 ഇക്വേഷൻസിലും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് രണ്ടും ഈക്വൽ അല്ലേ, 15 അല്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് ഒഴിവാക്കി കളയാം, നമുക്ക് ഈ ഇക്വേഷൻ 3യിൽ നിന്ന് ഇക്വേഷൻ 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 15x നമുക്ക് ക്യാൻസൽ ആക്കി എടുക്കാം. അപ്പോൾ ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 4 ഇംപ്ലൈസ് 15xും 15xും ക്യാൻസൽ ആയി പോകുന്നു. 25y മൈനസ് 9y ഈക്വൽസ് 420 മൈനസ് 324. ദാറ്റ് ഈസ് ഈക്വൽസ് 420 മൈനസ് 324 എത്രയാണ്, 96. 25 മൈനസ് 9y എത്രയാണ്, 16y. therefore y ഈക്വൽസ് 96 ഡിവൈഡ് ബൈ 16 ഈക്വൽസ് 6. അതായത് വൈയുടെ വാല്യൂ 6 ആണ്. അതായത് വൈ എന്തായിട്ടാണ് നമ്മൾ എടുത്തത്, പെൻസിലിൻ്റെ വിലയല്ലേ. അപ്പോൾ പെൻസിലിൻ്റെ വില 6 രൂപയാണ്. ഇനി നമുക്ക് പേനയുടെ വില കണ്ടുപിടിക്കാൻ ഈ 6 എന്നുള്ള വാല്യൂ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. അത് ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ എടുത്തു. 5x പ്ലസ് 3y ഈക്വൽസ് 108. 5x പ്ലസ് 3y, വൈയുടെ വാല്യൂ 6 ആണല്ലോ, ഈക്വൽസ് 108. 5x പ്ലസ് 18 equals 108. 5x equals 108 minus 18 equals 90. That is 5x equals 90. X equals 90 divided by 5 equals 18. That is x in the value 18 എന്ന് കിട്ടി. അതായത് പേനയുടെ വില 18 രൂപ. Second question, draw a rectangle of perimeter 15 centimeters and sides in the ratio 3:4. 15 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിൻ്റെ വശങ്ങളുടെ അനുപാതം 3:4 ആണ്. അപ്പോൾ നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ് 15. therefore എൽ പ്ലസ് ബി ഈക്വൽസ് നമുക്ക് 15/2 എന്ന് എഴുതാൻ സാധിക്കും. അതായത് 7.5 സെൻറ്റിമീറ്റർ ആണ് നീളവും വീതിയും കൂടി കൂട്ടുന്നത്. റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ 7.5 സെൻറ്റിമീറ്റർ സ്കെയിൽ എടുത്ത് വെച്ച് വരച്ചല്ലോ. ഇനി അതിൻ്റെ ഒരു എൻഡ്, ഇപ്പം പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എൻഡിൽ നിന്ന്, എ എന്ന് പറഞ്ഞ എൻഡിൽ നിന്ന് ഇപ്പോൾ റേഷ്യോ എത്രയാണ്, 3:4. 3:4 നമ്മൾ 3:4 കൂട്ടിയാൽ ആ 3യും 4ഉം കൂടെ സം എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്, 7 ആണല്ലോ. അപ്പോൾ ആ 7 സെൻറ്റിമീറ്റർ ഒരു എൻഡിൽ നിന്നും ചരിച്ചൊരു സ്ലാൻഡഡ് ലൈൻ 7 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യുക. സ്ലാൻഡഡ് ലൈൻ 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി ഈ സ്ലാൻഡഡ് ലൈനിൽ നമ്മൾ 3:4 അല്ലേ, അപ്പോൾ ഒരു പോർഷൻ 3യും 4ഉം നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ആദ്യത്തെ പോർഷനിൽ നമ്മളിവിടെ 3 മാർക്ക് ചെയ്യുക, 3 മാർക്ക് ചെയ്തു. ദെൻ ബാക്കി എത്രയായിരിക്കും, 4 ആയിരിക്കുമല്ലോ, 3. ഇനി
ഇതിനോട് പേര് കൊടുത്തു സി എന്ന്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സിയും ബിയും കൂടെ യോജിപ്പിക്കുക. സിയും ബിയും യോജിപ്പിച്ചതിന് ശേഷം ഈ ബി സിയിൽ നിന്ന് സ്കെയിൽ മാറ്റാതെ അതേ പൊസിഷനിൽ പാരലലായിട്ട് കൊണ്ടുവന്ന് നമ്മൾ അടുത്ത പോയിന്റ് മാർക്ക് ചെയ്തില്ലേ, അവിടെ വെച്ചൊരു പാരലൽ ലൈൻ നമ്മൾ മാർക്ക് ചെയ്യുക, വരയ്ക്കുക. ഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് റെക്റ്റാങ്കിൾ ആണല്ലോ. റെക്റ്റാങ്കിൾ ആകുമ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഈ മെഷർ ആയിരിക്കും. ഇനി ബ്രെഡ്ത്ത് നമ്മൾ എടുക്കേണ്ടത് ഈ മെഷർമെൻ്റ് ആണ്. അത് നമ്മൾ വരയ്ക്കുക, ഇവിടെ വരയ്ക്കുക. ഇനി നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ആംഗിൾസ് 90 ഡിഗ്രി അല്ലേ, അപ്പോൾ ഈ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ 90 ഡിഗ്രി എടുത്ത് 90 ഡിഗ്രി മാർക്ക് ചെയ്ത് നീട്ടി വരച്ചു കൊടുക്കുക. രണ്ട് പോയിന്റിലും ബിയിലും വെച്ച് 90 ഡിഗ്രി എടുത്ത് മാർക്ക് ചെയ്യുക, നീട്ടി വരയ്ക്കുക. നീട്ടി വരച്ചു. ഇവിടെയും വെച്ച് എന്ത് ചെയ്യുക, നീട്ടി വരച്ചു. അപ്പോൾ നമുക്ക് ഈ രണ്ട് പോർഷൻ നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ 3:4 എന്നുള്ള റേഷ്യോയിലെ റെക്റ്റാങ്കിൾ കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ PQR ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ABC. ഇഫ് BC ഈക്വൽസ് 8 സെൻറ്റിമീറ്റർ ഫൈൻഡ് PR. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ABC എന്നൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ABC-യുടെ 3 വശങ്ങളാണ് AB, AC, BC എന്നിവ. അവയുടെ മിഡ് പോയിന്റുകളാണ് ABയുടെ മിഡ് പോയിന്റ് P, ACയുടെ മിഡ് പോയിന്റ് R, BCയുടെ മിഡ് പോയിന്റ് Q. ഇവ യോജിപ്പിച്ച് ലൈനുകൾ യോജിപ്പിച്ച് വരച്ചപ്പോൾ അടുത്തൊരു ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? PR-ൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. PR എന്ന് പറയുന്നത് ഈ Pയും Rഉം എന്ന് പറഞ്ഞ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈൻ. ഈ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈൻ ഏതിന് പാരലലായിരിക്കും? BC എന്ന് പറഞ്ഞ ലൈനിന് പാരലലല്ലേ? നമുക്കറിയാം PR എന്നതിന് പാരലലാണ്, BCക്ക് പാരലാണ്. കാരണം Pയും Rഉം മിഡ് പോയിന്റുകളാണ് അല്ലേ. അതുപോലെ BCയുടെ മെഷർമെൻറ്റ് എത്രയായിരുന്നു? 8 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ PR എന്ന് പറയുന്നത് 8ൻ്റെ എത്രയായിരിക്കും? ഹാഫ് ആയിരിക്കും. PR is equal to 8 divided by 2, that is 4 സെൻറ്റിമീറ്റർ ആയിരിക്കും PR-ൻ്റെ ലെങ്ത്. ഇതുപോലെ PQ എടുത്താലും ACയുടെ ഹാഫ് ആയിരിക്കും, അതുപോലെ QR എടുത്താലും ABയുടെ ഹാഫ് ആയിരിക്കും. അതായത് നമുക്ക് ട്രയാങ്കിൾ ABCയുടെ ചുറ്റളവ് പെരിമീറ്റർ നമുക്ക് 24 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വശങ്ങളുടെ പകുതി ആയിരിക്കുമല്ലോ PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ വശങ്ങൾ. അപ്പോൾ ട്രയാങ്കിൾ PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ട്രയാങ്കിൾ ABCയുടെ ചുറ്റളവ് എത്രയാണോ, പെരിമീറ്റർ എത്രയാണോ, അതിൻ്റെ ഹാഫ് എടുത്താൽ നമുക്ക് ട്രയാങ്കിൾ PQRൻ്റെ പെരിമീറ്റർ കിട്ടും. പെരിമീറ്റർ ഓഫ് triangle PQR equals 12 centimeter. Fourth question. In the figure, length of the rectangle ABCD is √3 meters and breadth is 1 meter. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് ABCD, അതിൻ്റെ ലെങ്ത് √3 ആണ്, ബ്രെഡ്ത്ത് 1 മീറ്റർ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BD എന്ന് പറയുന്ന വികരണത്തിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 1 മീറ്റർ ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 1 മീറ്റർ. ഇവിടെ √3 ആണെങ്കിൽ ഇവിടെയും √3 ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലിൻ്റെ 2 ട്രയാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്യുന്നല്ലോ. അപ്പോൾ ഇതെന്ത് ട്രയാങ്കിളാണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കുമെങ്കിൽ നമുക്ക് അതിനകത്ത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ BD സ്ക്വയർ ഈക്വൽസ് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? BD സ്ക്വയർ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് AB സ്ക്വയർ പ്ലസ് AD സ്ക്വയർ ചെയ്താൽ മതി. AB സ്ക്വയർ പ്ലസ് AD സ്ക്വയർ. AB സ്ക്വയർ √3യുടെ സ്ക്വയർ പ്ലസ് AD എത്രയാണ്? 1 സ്ക്വയർ. √3യുടെ സ്ക്വയർ 3, 1 സ്ക്വയർ 1, 3 പ്ലസ് 1 4. ദാറ്റ് ഈസ് BD സ്ക്വയർ ആണ് 4. BDയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? √4 എന്ന് കിട്ടും. √4ൻ്റെ വാല്യൂ 2 ആണ്. √4ൻ്റെ വാല്യൂ എത്രയാണ്? 2 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പോൾ ഇത് B ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണല്ലോ. A ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണല്ലോ BDയുടെ ലെങ്ത്. ഇനി B ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABCയുടെ പെരിമീറ്റർ കാണുക. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 സൈഡും കൂടി ആഡ് ചെയ്യുക. ABDയുടെ പെരിമീറ്റർ ആണ്. ABDയുടെ പെരിമീറ്റർ √3 2 1 അല്ലേ. പെരിമീറ്റർ ഈക്വൽസ് √3 പ്ലസ് 2 പ്ലസ് 1. √3യുടെ വാല്യൂ എത്രയാണ്? 1.732 ആണ്. 2 പ്ലസ് 1 3. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4.732 എന്ന് കിട്ടും. ഇനി C ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ABC. റെക്റ്റാങ്കിൾ ABCയുടെ 4 സൈഡുകൾ ഏതൊക്കെയാണ്? √3 1 1 അല്ലേ. ഇപ്പോൾ പെരിമീറ്റർ ഈക്വൽസ് √3 പ്ലസ് 1 പ്ലസ് 1. √3 പ്ലസ് √3 എത്രയാണ്? 2 √3 പ്ലസ് 2. 2 √3 2 ഇൻറ്റു 1.732 പ്ലസ് 2 അല്ലേ. 1.732 അത് 1.732 അതായത് ദാറ്റ് ഈസ് പോയിൻ്റ് ഇല്ലാതെ എടുത്തതിന് ശേഷം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 6 14 റിമൈൻഡർ 1 3. പോയിൻ്റ് മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് 3.464 പ്ലസ് 2 എന്ന് കിട്ടും. ആഡ് ചെയ്യുമ്പോൾ 5.464 ആണ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ.
Fifth question, if the sides of a rectangle are decreased by 1 meter, its area would be 741 square meters. If increased by 1 meter, it would be 861 square meters. What is the area of the rectangle? അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നേ, ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് നമുക്ക് എക്സ് എന്നും ബ്രെഡ്ത്ത് നമുക്ക് വൈ എന്നും എടുക്കാം. അപ്പോൾ അതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തിന് എന്താ സംഭവിച്ചത്? റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് നമ്മൾ 1 മീറ്റർ കുറച്ചു അല്ലേ, 1 മീറ്റർ കുറച്ചു. ലെങ്ത് 1 മീറ്റർ കുറയ്ക്കുമ്പോൾ x-1 എന്നാവും അല്ലേ. അതുപോലെ അതിൻ്റെ അപ്പോൾ 1 മീറ്റർ കുറച്ചപ്പോഴുള്ള ഏരിയ എത്രയാണ്? റെക്റ്റാങ്കിൾ 1 മീറ്റർ കുറച്ചപ്പോൾ ഏരിയ എത്രയായി? 741. അതുപോലെ ഇൻക്രീസ് ചെയ്തപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് നമ്മൾ 1 മീറ്റർ കുറച്ചു, അതായത് x-1ഉം y-1ഉം. അപ്പോൾ ലെങ്തും 1 മീറ്റർ കുറഞ്ഞു, ബ്രെഡ്ത്തും 1 മീറ്റർ കുറഞ്ഞു. അപ്പോൾ ഏരിയ എത്രയെന്നാണ് കിട്ടിയിരിക്കുന്നത്? 741. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയ, ദാറ്റ് ഈസ് x-1 ഇൻറ്റു y-1 നമുക്ക് 741 എന്ന് കിട്ടി. ഈ ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എക്സ് അകത്ത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ xy മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 എന്ന് കിട്ടും. ഇതെങ്ങനെ കിട്ടിയത്? എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു -1 മൈനസ് എക്സ്, -1 ഇൻറ്റു വൈ മൈനസ് വൈ, -1 ഇൻറ്റു -1 പ്ലസ് 1. ഓക്കെ, ദെൻ എക്സ് വൈ ഇവിടെ നമ്മൾ മൈനസ് കോമൺ എടുത്താൽ -x പ്ലസ് വൈ എന്ന് കിട്ടും, ഈക്വൽസ് 741 പ്ലസ് 1. ഈ സമത്തിൻ്റെ അപ്പുറം കൊണ്ടുപോയി മൈനസ് ചെയ്താൽ 740 എന്ന് കിട്ടി. അപ്പോൾ നമ്മളിതിൽ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി ഈ സൈഡ്സുകൾ നമ്മൾ ഇൻക്രീസ് ചെയ്തു, 1 മീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ ഏരിയ 861 സ്ക്വയർ മീറ്റേഴ്സ് ആയി. ദാറ്റ് ഈസ് x പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 നമുക്ക് എത്രയാണ് കിട്ടിയത്? 861 കിട്ടി. ഇതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽസ് 861. xy പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽസ് 861 പ്ലസ് 1 ഇപ്പുറത്ത് പോയി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 860 എന്ന് കിട്ടും. ഇക്വേഷൻ 2. 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. നമുക്കിവിടെ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാം, കാരണം ഇവിടെ xy കോമൺ ആയിട്ടുണ്ടല്ലേ. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ഇംപ്ലൈസ് ഇക്വേഷൻ 2ൽ xy മൈനസ് xy ക്യാൻസലായി പോകുന്നു. ഇവിടെ എക്സ് പ്ലസ് വൈ മൈനസ് എന്താ മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽസ് 860 മൈനസ് 740. മനസ്സിലായോ? എക്സ് വൈയിൽ നമുക്ക് ഓരോ ടൈമായിട്ട് മൈനസ് ചെയ്യാം. എക്സ് വൈ മൈനസ് എക്സ് വൈ 0. അടുത്ത പ്ലസ് കഴിഞ്ഞ അടുത്ത ടൈം എന്താണ്? എക്സ് പ്ലസ് വൈ മൈനസ് പിന്നെ എന്താ ഉള്ളത്? മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽസ് 860 മൈനസ് 740. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽസ് ഇത് മൈനസ് ചെയ്യാം 120 എന്ന് കിട്ടും. അതായത് ദാറ്റ് ഈസ് 2x പ്ലസ് 2y ഈക്വൽസ് 120. ഇതിലെല്ലാം 2 കോമൺ ഉണ്ട്, ക്യാൻസൽ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽസ് എത്രയെന്ന് കിട്ടും? 60 എന്ന് കിട്ടും. എക്സ് പ്ലസ് വൈ ഈക്വൽസ് 60. ഇക്വേഷൻ നമ്പർ 3. ഇനി നമുക്ക് ഈ കിട്ടിയ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ ഈ ഇക്വേഷൻ 1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എത്രയാണ്? 60 ഈക്വൽസ് 740. ദാറ്റ് ഈസ് എക്സ് വൈ ഈക്വൽസ് 740 പ്ലസ് 60 ഈക്വൽസ് എത്ര കിട്ടുന്നത്? 800. എക്സ് വൈയുടെ വാല്യൂ 800 ആണ്. അപ്പോൾ എക്സ് വൈയും എക്സ് പ്ലസ് വൈയും ഉണ്ടെങ്കിൽ നമുക്ക് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാമല്ലോ. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽസ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 60യുടെ സ്ക്വയർ മൈനസ് 4xy, 4 ഇൻറ്റു 800, ദാറ്റ് ഈസ് 3600 മൈനസ് 3200, 400 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ് 400. ദെർഫോർ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? √420 എന്ന് കിട്ടും. അടുത്തൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു, ഇക്വേഷൻ 4. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ 60 എന്ന് ഉണ്ടായിരുന്നു. അതുപോലെ നാലാമത്തെ ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഈക്വൽസ് 20 എന്ന് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ വൈയുടെയും വാല്യൂ കിട്ടും. ഇവിടെ നോക്കി വൈ പ്ലസ് വൈ മൈനസ് വൈ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം കൂടി ആഡ് ചെയ്താൽ വൈ രണ്ടും ക്യാൻസലായി പോകുമല്ലോ. എക്സ് പ്ലസ് എക്സ് എന്താണ്? 2x. വൈ മൈനസ് വൈ 0 ക്യാൻസലായി പോകുന്നു. 6 പ്ലസ് 20 എത്രയാണ്? 80. ദർഫോർ എക്സ് ഈക്വൽസ് 80 ഡിവൈഡ് ബൈ 2 ഈക്വൽസ് 40. എക്സിൻ്റെ വാല്യൂ 40. ഇനി വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനായി ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദർഫോർ 40 പ്ലസ് വൈ ഈക്വൽ 60. വൈ ഈക്വൽ 60 മൈനസ് 40 ഈക്വൽസ് 20. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെ എക്സും വൈയുമായിട്ട് എടുത്തു കഴിഞ്ഞത്? എക്സ് എന്തായിരുന്നു? എക്സ് നമ്മൾ അവിടെ റെക്റ്റാങ്കിളിൻ്റെ എന്തായിരുന്നു? ലെങ്ത് ആയിരുന്നു അല്ലേ എക്സ്. അതായത് ലെങ്ത് എത്രയായിരുന്നു?
40. വൈ എന്തായിരുന്നു? നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് ആയിട്ടാണ് എടുത്തത്. അതായത് y ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയായിരുന്നു? എ പാർട്ട് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ അല്ലേ? അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ എന്താ? ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് 40 ഇൻറ്റു 20, ദാറ്റ് ഈസ് 800 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? പെരിമീറ്റർ കണ്ടുപിടിക്കണത് എങ്ങനെയാണ്? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് അല്ലേ? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പോൾ 2 ഇൻറ്റു 40 പ്ലസ് 20 എത്രയാണ്? 60 ഈക്വൽസ് 120 സെൻറ്റിമീറ്റർ. ഓക്കെ, സി ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് ആണ്. ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? എക്സ് ലെങ്ത് 40യും ലെങ്ത് 40 ബ്രെഡ്ത്ത് എത്രയാണ്? 20. ഓക്കെ.